നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഫെബ്രുവരി മാസം 6-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, വോട്ടർ പട്ടികയിലെ പൊരുത്തക്കേടുകൾ പരിഹരിക്കുന്നതിനായുള്ള തീവ്ര പരിഷ്കരണ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക്. നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 3-ാം ഘട്ട ഹിയറിംഗ് ഒഴിവാക്കി പട്ടിക പുതുക്കൽ പൂർത്തിയാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ നിർദ്ദേശം നൽകി. നേരത്തെ വിദേശ പൗരത്വം നേടിയവർ, അതോടൊപ്പം തന്നെ രേഖകളിൽ പൊരുത്തക്കേടുകളുള്ളവർ, 2002 അടിസ്ഥാന പട്ടികയുമായിട്ട് ബന്ധിപ്പിക്കാത്തവർ, അതോടൊപ്പം തന്നെ ഒന്നിലധികം സ്ഥലങ്ങളിൽ പേരുള്ളവർ എന്നിവരെ നേരിട്ട് ഹിയറിംഗിന് വിളിച്ച് മാത്രമേ പട്ടികയിൽ നിലനിർത്താവൂ എന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ പുതിയ നിർദ്ദേശപ്രകാരം വിദേശ പൗരത്വം നേടിയവർ ഒഴികെയുള്ളവർക്ക് മതിയായ രേഖകൾ ഹാജരാക്കിയാൽ നേരിട്ടുള്ള ഹിയറിംഗ് ഇല്ലാതെ തന്നെ പട്ടികയിൽ തുടരാം. പഴയ വോട്ടർ പട്ടികയിലെ വിവരങ്ങളുമായിട്ട് വ്യത്യാസമുള്ളവർക്കും സ്ഥലത്തില്ലാത്തവർക്കും തങ്ങളുടെ രേഖകൾ ഹാജരാക്കിയാൽ ഹിയറിംഗ് നടത്തിയതായിട്ട് കണക്കാക്കും. എന്നാൽ വിദേശ പൗരത്വം സ്വീകരിച്ചവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടികൾ കർശനമായി തുടരും. നിലവിൽ ലഭിച്ചിട്ടുള്ള അപേക്ഷകളിലും ആക്ഷേപങ്ങളിലും തീർപ്പ് കൽപ്പിക്കാനുള്ള സമയപരിധി ഫെബ്രുവരി 12 വരെയാണ്. ഇത് പൂർത്തിയാക്കി ഫെബ്രുവരി 21 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. രാഷ്ട്രീയ പാർട്ടികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന വാർത്താ അപ്ഡേറ്റ്. ഈ മാസം 12-ാം തീയതി വ്യാഴാഴ്ച രാജ്യവ്യാപകമായിട്ട് നടക്കുന്ന ദേശീയ പണിമുടക്കിൽ കേരളം പൂർണ്ണമായിട്ട് നിശ്ചലമാകും. അധ്യാപകരും വിദ്യാർത്ഥി സംഘടനകളും സമരത്തിൽ പങ്കുചേരുമെന്ന് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്ന് പ്രവർത്തിക്കില്ല. CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10 കേന്ദ്ര തൊഴിലാളി സംഘടനകളും വിവിധ ഫെഡറേഷനുകളും ബാങ്ക്, ഇൻഷുറൻസ് ജീവനക്കാരും ചേർന്ന് ഡൽഹിയിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് പണിമുടക്കിനെ ആഹ്വാനം ചെയ്തത്. കർഷക മോർച്ച, മഹിളാ യുവജന സംഘടനകൾ എന്നിവരും സമരത്തിന്റെ ഭാഗമാകും. കശുവണ്ടി, കയർ, കൈത്തറി തുടങ്ങിയ പരമ്പരാഗത മേഖലകൾ മുതൽ IT, ടെലികോം, മോട്ടോർ വാഹനങ്ങൾ, നിർമ്മാണ മേഖല, ലോട്ടറി, തൊഴിലുറപ്പ് തുടങ്ങിയ എല്ലാ തൊഴിൽ രംഗത്തുള്ളവരും 24 മണിക്കൂർ പണിമുടക്കിൽ അണിനിരക്കും. വ്യാപാര സ്ഥാപനങ്ങളും കടകമ്പോളങ്ങളും അടഞ്ഞു കിടക്കുമെന്നും പത്രമാധ്യമ ജീവനക്കാരുമൊക്കെ തന്നെ സമരത്തിൽ പങ്കുചേരുമെന്നും സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, PM കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പദ്ധതിയുടെ അടുത്ത ഗഡുവായിട്ടുള്ള 22-ാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ വിതരണം ചെയ്യാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തവണത്തെ യൂണിയൻ ബജറ്റിൽ 63,500 കോടി രൂപയാണ് പദ്ധതിക്കായിട്ട് അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അർഹരായിട്ടുള്ള കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് തുക വളരെ വേഗത്തിൽ എത്തിച്ചേരും. എന്നാൽ ആനുകൂല്യം തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് ഇലക്ട്രോണിക് KYC പൂർത്തീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളിലൊക്കെ തന്നെ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിലും തുക മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ലാൻഡ് വെരിഫിക്കേഷൻ ഓൺലൈൻ വഴി സുതാര്യമായി നടക്കുന്നുണ്ട് എന്നതിനാൽ തന്നെ രേഖകൾ കൃത്യമാണെന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. പ്രത്യേകിച്ച് 2019 ഫെബ്രുവരി 1-ന് ശേഷം സമർപ്പിക്കപ്പെട്ട ലാൻഡ് റെക്കോർഡുകളിൽ എന്തെങ്കിലും അവ്യക്തതയുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ തലത്തിൽ തന്നെ വെരിഫിക്കേഷൻ നടത്തപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, ഒരു കുടുംബത്തിൽ ഒന്നിലധികം പേർ ആനുകൂല്യം വാങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ഗഡു ലഭിക്കില്ല എന്നതാണ്. പുതിയ രജിസ്ട്രേഷൻ പൊതുവായിട്ട് ആരംഭിച്ചിട്ടില്ലെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് ഇപ്പോഴും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. 2018 മുതൽ കൈവശമുള്ള കൃഷിഭൂമി ഇപ്പോഴും സ്വന്തം പേരിൽ ഉള്ളവർക്ക് ഇതുവരെ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ളവർക്ക് തടസ്സപ്പെട്ടിരുന്ന മുൻപത്തെ ഗഡുക്കൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അത് ഒന്നിച്ചോ അല്ലെങ്കിൽ ഒന്നിലധികം ഘട്ടങ്ങളായിട്ടോ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. അതിനാൽ തന്നെ കർഷകർ ഇക്കാര്യങ്ങൾ അടിയന്തരമായി തന്നെ ശ്രദ്ധിക്കുകയും രേഖകൾ പരിശോധിക്കുകയും ചെയ്യേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കായിട്ട് ഇതാ ഒരു സുപ്രധാന അറിയിപ്പ് വന്നിരിക്കുകയാണ്. ഫെബ്രുവരിയിലെ വിതരണ നടപടികൾ ഈ മാസം 20-ാം തീയതിക്ക് ശേഷം ആരംഭിക്കുമെന്നും 25-ാം തീയതിയോടെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും നേരിട്ടുമൊക്കെ തന്നെ തുക എത്തിത്തുടങ്ങുമെന്നുമാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇനി മുതൽ എല്ലാ മാസവും 20-നും 30-നും ഇടയിലുള്ള തീയതികൾ തന്നെയായിരിക്കും പെൻഷന്റെ വിതരണം പൂർത്തിയാക്കാൻ സർക്കാർ ലക്ഷ്യമിടുക. സംസ്ഥാനത്ത് പെൻഷൻ വിതരണം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ ആയിട്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഏകദേശം 14,500 കോടി രൂപയുടെ പ്രത്യേക ഫണ്ട് നീക്കിവെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ രേഖാസമർപ്പണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവയൊക്കെ കൈപ്പറ്റുന്ന 60 വയസ്സിൽ താഴെയുള്ളവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റും ആധാറിൻ്റെ കോപ്പിയും നിങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട്. കൂടാതെ ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തവരും പെൻഷൻ മുടങ്ങാതിരിക്കാനായിട്ട് അടിയന്തരമായി തന്നെ അത് സമർപ്പിക്കേണ്ടതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം അതും ഈ മാസം തന്നെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന പ്രധാന വിവരം. കഴിഞ്ഞ മാസം ഇതോടൊപ്പം തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുകയും അതിൻ്റെ വിതരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. 18 മുതൽ 30 വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് 1000 രൂപ വീതം നൽകുന്ന ഈ സ്കോളർഷിപ്പ് പദ്ധതി ഈ മാസവും മുടങ്ങാതെ തുടരുന്നതാണ്.
ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് നേരിയ ആശ്വാസമായി സ്വർണ്ണവില കുറഞ്ഞു. വ്യാഴാഴ്ച ഫെബ്രുവരി 5-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 460 രൂപ കുറഞ്ഞ് 14,155 രൂപയും പവന് 3,680 രൂപ കുറഞ്ഞ് 1,13,240 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ച് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.